ബ്രാൻഡ് ബുക്കിന്റെ റേഡിയോ മാഗസിനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡീപ് ഡൈവ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് പൊസിഷനിങ് കോച്ച്, കോൺസെപ്റ്റ് ഡെവലപ്പർ, പിന്നെ ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ ജാഫർ എടക്കര അദ്ദേഹത്തിന്റെ ക്ലയന്റായ സുധാ പ്രീമയുമായി നടത്തുന്ന ഒരു കിടിലൻ ബിസിനസ് അനാലിസിസ് ആണിത്. അതെ, സുധാ പ്രീമ ഒരു ബ്യൂട്ടി എക്സ്പേർട്ടാണ് കേട്ടോ. കറക്റ്റ്. സുധാ പ്രീമയ്ക്ക് അവരുടെ ആ ഒരു ബിസിനസ്സിന് വേണ്ട കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓഡിയോ ഓവർവ്യൂ ആണ് നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത്. അവർ സംസാരിക്കുന്നത് ഒരു പ്രത്യേകതരം പ്രോഡക്റ്റിനെ കുറിച്ചാണ്, ഒരു ബ്യൂട്ടി സൊല്യൂഷൻ കിറ്റ്. ശരിക്കും ഇതൊരു കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ കരിയറിലോ ഒക്കെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് പാഠങ്ങളുള്ള ഒരു ചർച്ചയാണിത്. അതെ, അപ്പോൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു രഹസ്യ കൂട്ടുണ്ട്, യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാതെ തയ്യാറാക്കിയ ഒരു പ്രത്യേകതരം ബ്യൂട്ടി സൊല്യൂഷൻ കിറ്റ്. അത് മുഖത്തോ ദേഹത്തോ എവിടെ ഉപയോഗിച്ചാലും വില കൂടിയ പാർലറുകളിൽ പോയി കിട്ടുന്ന അതേ റിസൾട്ട് വീട്ടിലിരുന്ന് തന്നെ കിട്ടുന്ന ഒരു മാന്ത്രിക കൂട്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ സാധാരണ ഊഷ്മാവിൽ വെച്ചാൽ പോലും മാസങ്ങളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. വാവ്, അതൊരു മികച്ച പ്രോഡക്റ്റ് ആണല്ലോ. ആണ്. അപ്പോൾ നിങ്ങളിത് വിപണിയിൽ ഇറക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ വലിയ മൾട്ടിനാഷണൽ കോസ്മെറ്റിക് കമ്പനികൾ അടുത്ത മാസം തന്നെ ഇതിന്റെ ചേരുവകൾ കോപ്പിയടിച്ച് അവരുടെ പേരിൽ ഇറക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതൊരു വലിയ റിസ്ക് ആണ്. അതെ, ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മികച്ചൊരു ഉൽപ്പന്നത്തെ എങ്ങനെ സംരക്ഷിക്കാം, അതിനെ എങ്ങനെ കോടികൾ വിലമതിക്കുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം, അല്ലേ? തീർച്ചയായും. ഈ ഒരു ചോദ്യം, അതായത് കോപ്പി അടിക്കപ്പെടുമോ എന്ന പേടി, ഒരുപാട് സംരംഭകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം എത്ര മികച്ചതാണെങ്കിലും ഓപ്പൺ മാർക്കറ്റിലേക്ക് അത് വെറുതെ ഇറക്കുമ്പോഴുള്ള വലിയൊരു അപകടം, അത് പെട്ടെന്ന് ഡീകോഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. അതെ, പ്രത്യേകിച്ചും കോസ്മെറ്റിക്സ് ഒക്കെ ആവുമ്പോൾ. കറക്റ്റ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തായെന്നാൽ, ഇന്നത്തെ കാലത്ത് ലാബുകളിലെ സാങ്കേതിക വിദ്യ വെച്ച് ഏത് ബ്യൂട്ടി പ്രോഡക്റ്റിന്റെയും രഹസ്യങ്ങൾ വൻകിട കമ്പനികൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അത് ശരിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പടി ഈ ബ്യൂട്ടി സൊല്യൂഷൻ കിറ്റ് വിപണിയിലെത്തിച്ച് വിൽക്കുക എന്നതല്ല, മറിച്ച് അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ഒരു IPI രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആ സ്ട്രാറ്റജിസ്റ്റ് സുധാ പ്രീമിയോട് പറയുന്നത്. അവിടെയാണ് എനിക്കൊരു സംശയമുള്ളത്. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, പേറ്റന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു വലിയ കടമ്പയായി തോന്നില്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബ്യൂട്ടി കിറ്റിന് പേറ്റന്റ് എടുക്കുക എന്നതൊക്കെ അത്ര പ്രായോഗികമാണോ? അവിടെയാണ് നമ്മൾ പേറ്റന്റും ബ്രാൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ ചേരുവകൾക്ക് പേറ്റന്റ് ലഭിക്കുക എന്നത് വളരെ സങ്കീർണമായ കാര്യമാണ്. ഓ, ആണോ? അതെ, ഒരാൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, ആ പേറ്റന്റ് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. എന്നാൽ ബ്രാൻഡിംഗ് അങ്ങനെയല്ല. അതായത് ബ്രാൻഡ് നെയിം. അതെ, അത് ആളുകളുടെ മനസ്സിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇന്ന് റെഫ്രിജറേറ്റർ എന്ന് പറയാറില്ല, ഫ്രിഡ്ജ് എന്നാണ് പറയുന്നത്. കറക്റ്റ്. ഡിറ്റർജന്റ് സോപ്പ് എന്ന് പറയാറില്ല, സൺലൈറ്റ് എന്നോ സർഫെക്സൽ എന്നോ ഒക്കെയാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ബ്യൂട്ടി കിറ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ പ്രീമിയം പാർലർ റിസൾട്ട് ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് വരണം. ആ ബ്രാൻഡ് നെയിമാണ് നിങ്ങളുടെ യഥാർത്ഥ IP. മനസ്സിലായി. നാളെ ആരെങ്കിലും നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ചേരുവകൾ കോപ്പിയടിച്ചാലും നിങ്ങളുടെ ബ്രാൻഡ് നെയിം അവർക്ക് മോഷ്ടിക്കാൻ കഴിയില്ലല്ലോ. അതായത് നമ്മൾ വിൽക്കുന്നത് വെറുമൊരു ക്രീമോ പൗഡറോ അല്ല, അതൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ആണെന്ന് ഉറപ്പിക്കണം. ശരി, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും, ഈ സൺലൈറ്റ് പോലെയുള്ള ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കാൻ കോടികൾ പരസ്യത്തിനു വേണ്ടി ചെലവാക്കേണ്ടി വരില്ലേ എന്ന്. അതെ, അതൊരു സ്വാഭാവികമായ സംശയമാണ്. ഒരു സാധാരണ സംരംഭകന്, ഇപ്പോൾ സുധയെ പോലുള്ള ഒരാൾക്ക് ടിവിയിലും പത്രങ്ങളിലും പരസ്യം കൊടുക്കാൻ വലിയ സാമ്പത്തിക ശേഷി കാണില്ലല്ലോ. ഇതിനൊരു കുറുക്കുവഴി ജാഫർ എടക്കര ആ അനാലിസിസിൽ പറയുന്നുണ്ടോ? ഉണ്ട്. അതാണ് ഈ കൺസൾട്ടേഷനിലെ ഏറ്റവും മികച്ച സ്ട്രാറ്റജി. വൻകിട കമ്പനികളോട് മത്സരിക്കാൻ കോടികൾ പരസ്യത്തിന് മുടക്കുക എന്നത് പുതിയ സംരംഭകരെ സംബന്ധിച്ച് ശരിക്കും ആത്മഹത്യാപരമാണ്. പിന്നെന്താണ് വഴി? അതിന് പകരമായി 360 ഡിഗ്രിയിലുള്ള ഒരു റിവേഴ്സ് സ്ട്രാറ്റജിയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. റിവേഴ്സ് സ്ട്രാറ്റജിയോ? അതായത് പരസ്യം കൊടുക്കാതിരിക്കുക എന്നതാണോ? അതായത് വലിയ പരസ്യങ്ങൾക്ക് പിന്നാലെ പോകാതെ നിങ്ങളുടെ ബിസിനസ്സിനൊരു സോഷ്യൽ ഗോൾ, ഒരു സാമൂഹിക ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക. ഇവിടെ നൽകുന്ന നിർദ്ദേശം 1000 കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ്. ഓ,
വെറും 1000 കുടുംബങ്ങൾ. അതെ, ആ 1000 കുടുംബങ്ങളുടെ സമയം, പണം, ആരോഗ്യം എന്നിവ സംരക്ഷിക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ബ്രാൻഡിന്റെ ലക്ഷ്യം. ഒരു നിമിഷം, ഈ ബ്യൂട്ടി സൊല്യൂഷൻ കിറ്റ് വെച്ച് എങ്ങനെയാണ് ആരോഗ്യവും സമയവും ഒക്കെ സംരക്ഷിക്കുന്നത്? അതൊരു വെറും മാർക്കറ്റിംഗ് ഗിമിക്കല്ലേ? ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, പക്ഷേ ഇതിന് കൃത്യമായ ലോജിക് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കിറ്റ് ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വളരെ വേഗത്തിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നു. അത് അവരുടെ സമയം ലാഭിക്കുന്നു. പാർലറിൽ പോയി മണിക്കൂറുകൾ ഇരിക്കണ്ടല്ലോ. കറക്റ്റ്. പിന്നെ പാർലറുകളിൽ പോയി വലിയ തുക ചെലവാക്കുന്നതിന് പകരം അതേ റിസൾട്ട് വീട്ടിൽ ലഭിക്കുമ്പോൾ അതവരുടെ പണം ലാഭിക്കുന്നു. അതെ അതെ, അത് വലിയൊരു ലാഭമാണ്. മാത്രമല്ല, കെമിക്കലുകൾ ഇല്ലാത്തതുകൊണ്ട് അത് അവരുടെ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ കാതൽ. വാവ്, അത് വളരെ കണക്റ്റിംഗ് ആണ്. ഈ സന്ദേശം നൽകിക്കൊണ്ട് ആ 1000 കുടുംബങ്ങളെ നേരിട്ട് സമീപിച്ച് സാമ്പിളുകൾ നൽകുക. അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അവരെ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് തന്ത്രം. ആഹാ, സബ്സ്ക്രിപ്ഷൻ മോഡൽ. അതായത് നമ്മൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഒക്കെ എടുക്കുന്നത് പോലെ. കൃത്യമായി. എന്നാൽ ഒരു ബ്യൂട്ടി കിറ്റിന് എന്തിനാണ് സബ്സ്ക്രിപ്ഷൻ? അതൊരു സാധാരണ കോസ്മെറ്റിക് കടയിലോ സൂപ്പർമാർക്കറ്റിലോ കൊടുത്തു വിട്ടാൽ പോരെ? അവിടെയാണ് ഇടനിലക്കാരുടെ പ്രശ്നം വരുന്നത്. നിങ്ങളിത് കടകളിൽ കൊടുത്താൽ അവിടെ സൂപ്പർമാർക്കറ്റുകളും ഡിസ്ട്രിബ്യൂട്ടർമാരും വലിയൊരു മാർജിൻ എടുക്കും. ലാഭത്തിന്റെ പാതി അവർ കൊണ്ടുപോകും. അതെ, മാത്രമല്ല മറ്റു 100 ബ്രാൻഡുകൾക്കിടയിൽ നിങ്ങളുടെ ഉൽപ്പന്നം മുങ്ങിപ്പോകും. ആരും അത് ശ്രദ്ധിക്കില്ല. എന്നാൽ നിങ്ങൾ ഈ 1000 കുടുംബങ്ങളുമായി നേരിട്ടൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഈ ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. അത് ശരിയാണ്. അപ്പോ കസ്റ്റമറുമായി ഒരു ഡയറക്റ്റ് കോൺടാക്ട് വരും. അതെ. ഉദാഹരണത്തിന് 5000 രൂപയുടെ ഒരു വാർഷിക പാക്കേജ് നിങ്ങൾ ഓഫർ ചെയ്യുന്നുവെന്ന് കരുതുക. എല്ലാ മാസവും 15-ാം തീയതി കൃത്യമായി അവരുടെ വീടുകളിൽ ഈ ബ്യൂട്ടി കിറ്റ് എത്തും. ഈ കണക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. 5000 രൂപ എന്നത് ഒരു വർഷത്തേക്കാണ്. അതായത് ഒരു മാസത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം 400-450 രൂപയേ വരുന്നുള്ളൂ. അതെ, വെറും ഒരു ഫേഷ്യന് കൊടുക്കുന്നതിനേക്കാൾ വളരെ കുറവ്. കറക്റ്റ്. മികച്ച റിസൾട്ടും ഗുണനിലവാരവും ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് ഒട്ടും നഷ്ടമല്ല. ഇനി സുധയുടെ ഭാഗത്തുനിന്ന്, അതായത് ബിസിനസ്സുകാരിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ 1000 ഗുണം 5000, അതായത് 50 ലക്ഷം രൂപ. അതെ, 50 ലക്ഷം രൂപയുടെ ഉറപ്പായ ഒരു വാർഷിക വരുമാനം. ഇതിലൊരു സ്ഥിരതയുണ്ട്. മാസം തോറും കടകളിൽ പോയി എത്ര വിറ്റു, എത്ര ബാക്കിയുണ്ട് എന്ന് ചോദിച്ചു നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് ഇതിന്റെ മാജിക്. സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ ഏറ്റവും വലിയ ഗുണം ഈ ഡയറക്റ്റ് ടു കൺസ്യൂമർ ബന്ധമാണ്. വലിയ കോർപ്പറേറ്റ് ബ്രാൻഡുകൾ കോടികൾ മുടക്കി ടിവിയിൽ പരസ്യം നൽകുമ്പോൾ നിങ്ങളുടെ പരസ്യം എന്താണെന്നറിയാമോ? എന്താണ്? എല്ലാ മാസവും കൃത്യമായി അവരുടെ വീട്ടിലെത്തുന്ന ആ പ്രോഡക്റ്റ് ബോക്സ് തന്നെയാണ് നിങ്ങളുടെ പരസ്യം. ആ ബോക്സിലെ ലോഗോയും അതിലെ ക്വാളിറ്റിയും തന്നെയാണ് നിങ്ങളുടെ വിസിബിലിറ്റി. അടിപൊളി. പക്ഷേ ഇവിടെ എനിക്ക് ചെറിയൊരു സംശയം ബാക്കിയുണ്ട്. എന്താണ്? ഈ 1000 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ബിസിനസ് മോഡലാണോ ഇത്? കേൾക്കുമ്പോൾ ഇതൊരു വലിയ വ്യവസായമായി മാറാനുള്ള സാധ്യതകൾ കുറവാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു വലിയ ചിത്രം അല്ലെങ്കിൽ ആ ബിഗ് പിക്ചർ എന്താണ്? ഓ, നമുക്കിതിനെ കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാകും. ഈ 1000 കുടുംബങ്ങൾ എന്നത് നിങ്ങളുടെ ബിസിനസിന്റെ അവസാനമല്ല, മറിച്ച് ഏറ്റവും ശക്തമായ ഒരു അടിത്തറ മാത്രമാണ്. ഓഹോ, അപ്പോ ഇതൊരു തുടക്കം മാത്രമാണല്ലേ? അതെ. കൺസൾട്ടന്റ് ഇവിടെ സുധാ പ്രീമയോട് ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നാൽ 2035 ആകുമ്പോഴേക്കും ഈ ബ്രാൻഡ് നെയിം മാത്രം 100 അല്ലെങ്കിൽ 500 കോടി രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന തരത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഒരു മിനിറ്റ്, ഒരു ബ്രാൻഡ് നെയിം മാത്രം 500 കോടി രൂപയ്ക്ക് വിൽക്കുകയോ? വെറുമൊരു ബ്യൂട്ടി കിറ്റിന്റെ പേരിന് അത്രയും വില കിട്ടുമോ? തീർച്ചയായും കിട്ടും. അതിന് അനാലിസിസിൽ അദ്ദേഹം പറയുന്ന ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. വീഗാർഡ് കമ്പനിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. സ്റ്റെബിലൈസർ കമ്പനി. അതെ. 1976-ൽ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പിള്ളി സ്റ്റെബിലൈസറുകൾ തലചുമടായി വീടുകളിൽ കൊണ്ടുപോയി വിറ്റിരുന്നൊരു കാലമുണ്ടായിരുന്നു. വെറുമൊരു സാധാരണ സംരംഭകനായി തുടങ്ങിയ അദ്ദേഹം അന്ന് തന്നെ തന്റെ ഉൽപ്പന്നത്തിന് വീഗാർഡ് എന്നൊരു ബ്രാൻഡ് നെയിം നൽകി. ഇന്ന് നോക്കൂ, ആ കമ്പനിയുടെ മൊത്തം മൂല്യത്തിന്റെ 80% അവരുടെ ഫാക്ടറികൾക്കോ മെഷീനുകൾക്കോ അല്ല, പിന്നെ മറിച്ച് ആ വീഗാർഡ് എന്ന ബ്രാൻഡ് നെയിമിനാണ്, ആ പേരിനുള്ള വിശ്വാസ്യതയ്ക്കാണ്.
വാവ്, അത് വളരെ വലിയൊരു പോയിന്റാണ് കേട്ടോ. ഫാക്ടറിയിലെ മെഷീനുകൾക്ക് കാലം കഴിയുമ്പോൾ വിലയിടിയാം, പക്ഷേ ബ്രാൻഡ് നെയിമിന് കാലം ചെല്ലുന്തോറും മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതെ, മറ്റൊരു മികച്ച ഉദാഹരണം ജോമറിക് എന്ന ബ്രാൻഡാണ്. ജോമറിക്? അതെ, ജോക്കർ എന്ന് പേരുള്ള ഒരാൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ച് സ്വന്തം വീടിന്റെ ടെറസിൽ തുടങ്ങിയ ചെറിയൊരു ബിസിനസ്സാണിത്. ആഹാ, വീടിന്റെ ടെറസിലോ? അതെ, വലിയ ഫാക്ടറിയോ ഓഫീസോ ഒന്നുമില്ലാതെ വെറും 2.5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം അതൊരു ബ്രാൻഡിംഗ് ചെയ്തു. ഇന്ന് ആമസോണിലൂടെയും വിവിധ ഇൻഫ്ലുവൻസർമാരിലൂടെയും അത് ലക്ഷദ്വീപും ആൻഡമാനും ഉൾപ്പെടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്നു. വാവ്, വെറുമൊരു കസ്തൂരി മഞ്ഞൾ? അതെ, 1 കോടികൾ വിലമതിക്കുന്ന ബ്രാൻഡായി അത് വളർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ അൽബിഡോ എന്നൊരു കമ്പനി, തുടക്കത്തിൽ വളരെ ചെറിയ സംരംഭമായിരുന്ന ഇത് ടാൽറോപ്പ് എന്ന വലിയ കമ്പനി 30 കോടി രൂപയ്ക്കാണ് ഏറ്റെടുത്തത്. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഡക്റ്റിനേക്കാൾ ഉപരി ബ്രാൻഡ് നെയിമിനാണ് പിന്നീട് കോടികളുടെ മൂല്യം ലഭിച്ചത് എന്നതാണ്. ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു, ബ്രാൻഡിങ്ങിന് വലിയ ശക്തിയുണ്ട്. പക്ഷെ ഞാനൊരു കൗണ്ടർ പോയിന്റ് ചോദിക്കട്ടെ? ചോദിക്കൂ. അപ്പോൾ ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിക്ക് വലിയ പ്രാധാന്യമില്ലേ? ഒരു മോശം ബ്യൂട്ടി കിറ്റ് എടുത്ത് മികച്ച രീതിയിൽ ബ്രാൻഡ് ചെയ്താൽ അത് കോടികളുടെ ബിസിനസ് ആവോ? എല്ലാം ഈ ബ്രാൻഡിംഗ് എന്ന മാജിക് മാത്രമാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു ബ്രാൻഡും മാർക്കറ്റിൽ നിലനിൽക്കില്ല. അതെ, ആളുകൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ഉപേക്ഷിക്കും. കൃത്യമായി. നിങ്ങൾ മോശം ഉൽപ്പന്നമാണ് നൽകുന്നതെങ്കിൽ 1000 കുടുംബങ്ങൾ അടുത്ത മാസം തന്നെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യും. ക്വാളിറ്റിയാണ് ഒരു ബ്രാൻഡിന്റെ അടിസ്ഥാനം. എന്നാൽ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാതെ മികച്ച ക്വാളിറ്റിയുള്ള ബിസിനസ് ചെയ്യുന്നത് മറ്റൊരാളുടെ സ്ഥലത്ത് പോയി സ്വന്തം പണം മുടക്കി വീട് വെക്കുന്നത് പോലെയാണെന്നാണ് ജാഫർ എടക്കര വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത്. വാവ്, അനലോഗി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റൊരാളുടെ സ്ഥലത്ത് വീട് വെക്കുന്നത് പോലെ. അതെ, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് നല്ലൊരു ബ്യൂട്ടി കിറ്റ് ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്ത് അവർക്കത് ഭയങ്കരമായി ഇഷ്ടമായി എന്ന് വിചാരിക്കുക. പക്ഷെ ഒരു പേരോ ബ്രാൻഡോ ഇല്ലാത്തതുകൊണ്ട് നാളെ വലിയൊരു കോസ്മെറ്റിക് കമ്പനി വന്ന് അതേ റിസൾട്ട് തരുന്ന ഒരു കിറ്റ് ഉണ്ടാക്കി അവരുടെ ബ്രാൻഡിൽ ഇറക്കിയാൽ ആ കസ്റ്റമേഴ്സ് മുഴുവൻ അവരുടെ അടുത്തേക്ക് പോകും. കറക്റ്റ്. നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത കസ്റ്റമേഴ്സ് മുഴുവൻ അവർ കൊണ്ടുപോകും. കാരണം നമ്മുടെ ഉൽപ്പന്നത്തിന് സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ല. കൃത്യമായി മനസ്സിലാക്കി. സ്വന്തമായി ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത് സ്വന്തം സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് തുല്യമാണ്. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കൃത്യമായ ബ്രാൻഡിങ്ങും ചേരുമ്പോഴാണ് കോടികളുടെ ഒരു IP ജനിക്കുന്നത്. ശരി, അപ്പോൾ ബ്രാൻഡാണ് നമ്മളെ സംരക്ഷിക്കുന്ന കോട്ട എന്ന് വ്യക്തമായി. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പുതിയ സംരംഭകർ നേരിടുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. സാമ്പത്തികമല്ലേ? അതെ, സാമ്പത്തികം തന്നെ. സുധയെപ്പോലെയുള്ള സംരംഭകർ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാകുമെന്നുറപ്പാണ്. ഈ സബ്സ്ക്രിപ്ഷൻ മോഡലും ബ്രാൻഡിങ്ങുമൊക്കെ നല്ലതാണെങ്കിലും ഇതിൽ നിന്ന് പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ കഴിയുമോ? ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെ ബിസിനസ് തുടങ്ങുന്ന ഒരാൾ എങ്ങനെ ഇതിൽ പിടിച്ചു നിൽക്കും? ഇതൊരു വലിയ റിയാലിറ്റി ചെക്ക് ആവശ്യമുള്ള കാര്യമാണ്. ബിസിനസ് എന്നത് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയല്ല എന്ന് അദ്ദേഹം അവർക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊരു നീണ്ട യാത്രയാണ്. അതെ, ഇതൊരു ദീർഘകാല പ്രക്രിയയാണ്. ഇതിനൊരു 3-3-3 ഫോർമുലയുണ്ട് എന്ന് പറയാം. 3-3-3യോ? അതെന്താണ്? ഒരു സംരംഭത്തിന്റെ ആദ്യത്തെ 3 വർഷം നിരന്തരമായി പണം നിക്ഷേപിക്കേണ്ട കാലഘട്ടമാണ്. അതിൽ നിന്ന് പെട്ടെന്നൊരു ലാഭം പ്രതീക്ഷിക്കരുത്. ഓ, ആദ്യത്തെ 3 വർഷം നമ്മൾ പണം ഇറക്കിക്കൊണ്ടേയിരിക്കണം. ഫണ്ട് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അടുത്ത 3 വർഷം, അതായത് 3 മുതൽ 6 വർഷം വരെയുള്ള കാലഘട്ടം ഒരു ബ്രേക്ക് ഇവൻ പോയിന്റില് നിൽക്കും. എന്നുവെച്ചാൽ ലാഭമോ നഷ്ടമോ ഇല്ലാത്തൊരവസ്ഥ അല്ലേ? കറക്റ്റ്. വരവും ചെലവും തുല്യമായിരിക്കും. പിന്നെയും ക്ഷമയോടെ കാത്തിരിക്കണം. 6 മുതൽ 9 വർഷം വരെ കഴിയുമ്പോഴാണ് യഥാർത്ഥ ലാഭം ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്നത്. ഹോ, അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കച്ചവടം പൊടിപൊടിക്കും, ലാഭം കൊയ്യാം എന്ന് വിചാരിച്ചു വരുന്നവർ പെട്ടെന്ന് തന്നെ നിരാശരായി പിന്മാറും അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് പല ബിസിനസ്സുകളും പെട്ടെന്ന് പൂട്ടുന്നത്. അപ്പോൾ ഇത്രയും നീണ്ട കാലയളവ് പിടിച്ചു നിൽക്കാൻ സാമ്പത്തിക അച്ചടക്കവും അതിയായ ക്ഷമയും കൂടിയേ തീരൂ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ നീണ്ട യാത്രയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സംരംഭകർ എന്തു ചെയ്യും?
നിങ്ങൾ പുറത്തുപോയി ഒരാളെ കാണുമ്പോൾ അയാളെ 4 വിഭാഗങ്ങളിൽ ഒന്നായി മാത്രം കാണാൻ ശ്രമിക്കുക എന്ന് കൺസൾട്ടന്റ് പറയുന്നു. 4 വിഭാഗങ്ങൾ. ഓക്കേ, ഏതൊക്കെയാണത്? 1, നിങ്ങളുടെ സൂപ്പർ കസ്റ്റമർ, അതായത് നിങ്ങളുടെ ബ്യൂട്ടി കിറ്റ് സ്ഥിരമായി വാങ്ങുന്ന, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ചേരാൻ സാധ്യതയുള്ള ഒരാൾ. കസ്റ്റമർ. രണ്ടാമത്തേത്? 2, നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന നിക്ഷേപകൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ. ഓക്കേ, പണം മുടക്കാൻ തയ്യാറുള്ളവർ. അതെ. 3, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ടീം അംഗം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ. അല്ലെങ്കിൽ 4, നിങ്ങളെ അടുത്ത തലത്തിലേക്ക് വളർത്താൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടർ, നിങ്ങൾക്ക് മെന്റർഷിപ്പും ഗൈഡൻസും തരുന്ന ഒരാൾ. ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു സ്വാർത്ഥത തോന്നുന്നില്ലേ? നമ്മൾ കാണുന്ന എല്ലാവരെയും നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യരെ വെറും റിസോഴ്സുകളായി കാണുകയാണോ ഇവിടെ ചെയ്യുന്നത്? നല്ല ചോദ്യം. പക്ഷേ ഇതൊരിക്കലും ആളുകളെ ചൂഷണം ചെയ്യാനോ അവരെ ഉപയോഗിക്കാനോ ഉള്ളൊരു തന്ത്രമല്ല കേട്ടോ. പിന്നെന്താണ്? മറിച്ച് നിങ്ങളുടെ സമയവും ഊർജവും കൃത്യമായി എവിടെ നിക്ഷേപിക്കണമെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഫിൽറ്ററാണിത്. ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. അതെ, വെറുതെ കളയാൻ സമയമില്ല. കറക്റ്റ്. ഒരു ലക്ഷ്യവുമില്ലാതെ എല്ലാരുമായി ബിസിനസ് സംസാരിച്ച് സമയം കളയുന്നതിന് പകരം നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നവരിൽ ആർക്കാണ് നിങ്ങളുടെ വിഷനിൽ പങ്കുചേരാൻ കഴിയുകയെന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓ, അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ പെടാത്തവരുമായി ബിസിനസ് ആശയങ്ങൾ ചർച്ച ചെയ്ത് എനർജി കളയേണ്ടതില്ല. അതെ, ഈ ഒരു ചിന്താഗതി ബിസിനസ് വളർത്താൻ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് തന്നെയാണ് പിന്നീട് നിങ്ങളുടെ നെറ്റ്വർത്തായി മാറുന്നത്. വാവ്! അപ്പോ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? ഒരു മികച്ച ബിസിനസ് എന്നത് വെറുമൊരു ഉൽപ്പന്നം വിൽക്കുന്ന പ്രക്രിയ മാത്രമല്ല, അല്ലേ? അല്ല. ശരിയായ ഉപഭോക്താക്കളെ കണ്ടെത്തി അവരെ ഒന്നിപ്പിച്ച് ഒരു മികച്ച കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് വേണ്ടി നിലകൊള്ളുക. ആ കമ്മ്യൂണിറ്റിയാണ് പിന്നീട് നമ്മുടെ ബ്രാൻഡിനെ താങ്ങി നിർത്തുന്നത്. അതൊരു വലിയ പാഠമാണ്. തീർച്ചയായും. ഈ ഒരു ആഴത്തിലുള്ള ചർച്ചയുടെ സംഗ്രഹം ഇതാണ്. മികച്ചൊരു പ്രോഡക്റ്റ്, അതായത് സുധയുടെ ആ ബ്യൂട്ടി സൊല്യൂഷൻ കിറ്റ് പോലെയുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് ബിസിനസിന്റെ വെറുമൊരു തുടക്കം മാത്രമാണ്. അത് വിപണിയിലിറക്കി മറ്റുള്ളവർ കോപ്പിയടിക്കുന്നതിന് മുൻപ് അതിനെ കൃത്യമായൊരു ബ്രാൻഡിംഗ് നൽകി ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാക്കി മാറ്റുക. വലിയ പരസ്യങ്ങൾ നൽകുന്നതിന് പകരം സബ്സ്ക്രിപ്ഷൻ മോഡലിലൂടെ വിശ്വസ്തരായ 1000 ഉപഭോക്താക്കളെ കണ്ടെത്തുക. ആ ഉറപ്പുള്ള അടിത്തറയിൽ നിന്ന് ക്ഷമയോടെ കാത്തിരുന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ ആ ബ്രാൻഡിന്റെ മൂല്യം കോടികളിലേക്കുയർത്തുക. അതാണ് മികച്ചൊരു സംരംഭകന് വേണ്ട വിജയമന്ത്രം. വളരെ ശരിയാണ്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഇത് കേൾക്കുന്ന നിങ്ങളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തോ നിങ്ങളുടെ കരിയറിലോ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളാണെങ്കിലും ഈ നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമാണ്. അതെ, 100%. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി അഥവാ സ്വന്തം ബ്രാൻഡ് നിർമ്മിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ പകരം വെക്കാൻ കഴിയാത്ത എന്തെങ്കിലും സവിശേഷത നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടോ? അതെ, ഈ ചിന്ത കേവലം ബിസിനസ്സുകാർക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും കരിയറിലേക്കും കൂടി വ്യാപിപ്പിക്കേണ്ടതാണ്. നമ്മുടെ വൈദഗ്ധ്യവും നമ്മുടെ ഐഡന്റിറ്റിയും ചേരുമ്പോഴാണ് നമ്മൾ നമ്മുടേതായൊരു IP ആയി മാറുന്നത്. ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ഞാൻ ബാക്കി വെക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലോ കരിയറിലോ ഉള്ള ആ ബ്യൂട്ടി കിറ്റ് എന്താണ്? അതായത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയുള്ള, മറ്റാർക്കും പെട്ടെന്ന് കോപ്പിയടിക്കാൻ കഴിയാത്ത, എന്നാൽ യാതൊരു ബ്രാൻഡിങ്ങും ഐഡന്റിറ്റിയും ഇല്ലാതെ നിങ്ങൾ സൗജന്യമായി മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ കഴിവെന്താണ്? അതെ, അത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും. നിങ്ങളുടെ ആ സവിശേഷമായ കഴിവിനെ എങ്ങനെ വിലമതിക്കാനാവാത്തൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാക്കി മാറ്റാമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വീണ്ടും കാണാം.